ഇന്നിവിടെ ആദ്യത്തെ പാരൻസ് ടീച്ചേഴ്സ് മീറ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും നല്ല എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. പാരൻസ് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം റൂമിലെത്തി ഞങ്ങൾ നാലാളും കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു. ഇവിടെ നല്ല മഴക്കാറുണ്ടായിരുന്നു. നാട്ടിലും ഒടുക്കത്തെ മഴയാണെന്നാണ് വീട്ടിൽ നിന്ന് വിളിച്ചപ്പോഴെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട് ഇന്ന് ഞങ്ങൾ നാട്ടിൽ പോകാൻ പോവുക. ഒരു എക്സാം ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുളിച്ച് റെഡിയായി ഫുഡെല്ലാം കഴിച്ച് ഇന്ന് കുറച്ച് നേരത്തെ സ്കൂളിൽ ഏർപ്പാടാക്കിയ വണ്ടിയിലും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിനോടെല്ലാം ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ രണ്ടാളും നേരെ വണ്ടിയിലേക്ക് കയറി. അങ്ങനെ ബസ് വരുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ കുറച്ച് സമയമെല്ലാം ബാക്കി ഉണ്ടായതുകൊണ്ട് തന്നെ 2 ജ്യൂസെല്ലാം കുടിക്കാമെന്ന് പറഞ്ഞ് അതെല്ലാം ഓർഡർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും 2 പൈനാപ്പിൾ ജ്യൂസെല്ലാം കുടിച്ച് ബസ്സിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. ഒടുക്കത്തെ തണുപ്പായതുകൊണ്ട് സ്വെറ്ററെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് പോകാനുള്ള ബസ് വന്നു. ബസ്സിൽ കയറുമ്പോഴത്തേന് ലൈറ്റിൽ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. കണ്ണടച്ച് തുറക്കുമ്പോഴത്തേന് നാട്ടിലെത്തി. പിന്നെ അശ്നേനെ ബസ് കയറ്റി വിട്ടിട്ട് ഞങ്ങൾ രണ്ടാളും നേരെ വീട്ടിലോട്ട് തിരിച്ചു. എന്നെ കൂട്ടാൻ വേണ്ടി വേദ വന്നതുകൊണ്ട് തന്നെ നേരത്തെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അമ്മേൻ്റെ കടയിലേക്ക് എന്നെ കണ്ട സന്തോഷമാണ് അമ്മക്ക്. പിന്നെ കുളിയെല്ലാം കഴിഞ്ഞ് കിടന്നുറങ്ങി. എഴുന്നേൽക്കുമ്പോഴത്തേന് ഒടുക്കത്തെ മഴ. നാട്ടിലെത്തിയിട്ട് മഴ കാരണം എവിടെയും പോകാൻ പറ്റിയിട്ടില്ല. എന്നാലും വീട്ടിലിരിക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ ഞാനും വേദിയും കൂടെ നേരെ ഷവർമ കഴിക്കാൻ പോയി. ഷവർമയെല്ലാം കഴിച്ച ശേഷം കുറേ സമയം അമ്മേനോട് വർത്താനം പറഞ്ഞ് അമ്മേൻ്റെ കടയിൽ നിന്നു. രാത്രി അമ്മ ഉണ്ടാക്കിയ നല്ല മീൻകറിയും പൊരിച്ച മീനെല്ലാം കൂട്ടി ചോറ് നിന്നിട്ട് അമ്മേൻ്റെ കൂടെ കിടന്നിറങ്ങി.